ഹലോ, അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങള്? വിഷുവൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചു അല്ലേ? അപ്പൊ വീട്ടിലൊക്കെ കഴിഞ്ഞു. നമ്മൾ സാധാരണ പോലെ നമ്മുടെ ലൈഫിലേക്ക് വന്നു അല്ലേ? അപ്പോൾ ഇന്നിപ്പോ രാവിലെ ഒരു പാക്കറ്റ് സേമിയ എടുത്ത് ഉപ്പുമാവ് ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയ്ക്കാകുമ്പോൾ നമുക്ക് ഇത്തിരി കഞ്ഞി ഉണ്ടാക്കാന്ന്. കഞ്ഞി കുറച്ച് സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കാം. സാധാ കഞ്ഞിയല്ല, നമുക്ക് കുറച്ച് സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കണം കഞ്ഞി. ഇന്നിപ്പോൾ രാവിലെ ഏട്ടന് കുറച്ച് നേരത്തേക്ക് ചെറിയ വർക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് 2-3 ഭാഗങ്ങളിലൊക്കെ അളവെടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ കഴിക്കാൻ നേരത്തേക്ക് വരും. ഇപ്പോൾ ഒരു 6:30-7 മണിയാകുമ്പോൾ പോയിട്ടുണ്ട്. ഇപ്പോൾ 9 മണിയാകുമ്പോഴേക്കും തിരിച്ചെത്തും. അത് കഴിഞ്ഞിട്ട് 2-3 ഭാഗങ്ങളിലൊക്കെ അളവെടുക്കാനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. ഈയിടെയായിട്ട് കുറച്ച് വെയിറ്റ് കൂടി വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. സ്വയം നമുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും മോർണിംഗ് വാക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ചായി. അപ്പം ഇനി അതൊക്കെ തുടരണം. നടത്തം രാവിലെ നല്ലതാണ്, നമുക്കൊരു പോസിറ്റീവ്നെസ്സിനും ഒക്കെ നല്ലതാണ് ഇപ്പോൾ നടത്തം. കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് വൈകിട്ടൊക്കെയാണ് ഇപ്പോൾ നീക്കലൊക്കെ. അല്ലെങ്കിൽ രാവിലെ എൻ്റെ അടിക്കലും തുടയ്ക്കലും എല്ലാ പണികളും നേരത്തെ കഴിയുന്നതാണ്. അതുപോലെ തന്നെ കഴിക്കാണ്ടാക്കലാണെങ്കിലും കുട്ടികൾ പോകുമ്പോഴേക്കും ചോറും കറിയും ഉപ്പേരിയും ഒക്കെ ആയി അടിച്ച് തുടച്ച് എല്ലാ പണിയും കഴിയുന്നതാണ്. അപ്പോൾ അതൊക്കെ സ്റ്റോപ്പാണ്. പിന്നെ ഇപ്പം ഭയങ്കര ചൂടുമാണ്. രാത്രി 11-11:30 ആയിട്ടാണ് ഉറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ എണീക്കാനും വൈകുന്നത്. നമുക്കിവിടെ രാവിലെ 8 മണിക്ക് ഒരു ബസ്സുണ്ട് കേട്ടോ. ഇവിടുന്ന് ടൗണിലേക്ക് ആകെ കൂടെ ഒരു ബസ്സേ ഉള്ളൂ. ഇവിടുന്ന് ടൗണിലേക്കാണെങ്കിലും ബാക്കിയൊക്കെ നമുക്ക് ഓട്ടോനെ അല്ലെങ്കിൽ സ്വന്തം വണ്ടീനെയൊക്കെ ആശ്രയിക്കണം. പുറത്തുനിന്ന് ആരോ വിളിച്ച പോലെ തോന്നിയിട്ട് പുറത്തൊന്ന് പോയി നോക്കിയതാണ്. നോക്കുമ്പോൾ ബസ് കാത്ത് നിൽക്കുന്ന ആളുകൾ അവിടെ സംസാരിക്കുകയാണ്, ഉറക്കെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉപ്പുമാവായിട്ട് അപ്പോഴേക്കും ഏട്ടനും വന്നു. ഇനിയിപ്പോൾ അളവെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആരോ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അത്ര. അപ്പോൾ അത് ലൊക്കേഷൻ മാറി അയച്ചു എന്ന് പറയുക. അപ്പോഴേക്കും മക്കളൊക്കെ എണീറ്റു. അവർ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കും. അപ്പോൾ 3 കൂടി ഇരുന്നപ്പോൾ ചായ കുടിക്കും. ഇപ്പോൾ ഒരു പാക്കറ്റ് സേമിയ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അവർക്ക് 3 കഴിക്കാനുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ഒരു ചായയിൽ കൊതുക്കും രാവിലത്തെ. പിന്നെ ഇപ്പോൾ വെയിറ്റ് കൂടുന്നതുകൊണ്ട് ഇത്തിരി ഫുഡൊക്കെ കൺട്രോളിലാണ്. നമുക്ക് എന്ന് വെച്ചാൽ വെയിറ്റ് കുറയ്ക്കണം, എങ്ങനെയെങ്കിലും കുറഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ള ഇതാണ്. ഒരുവിധം നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞതാണ്. ഇപ്പോൾ ഈ ചൂട് കൂടുമ്പോൾ എനിക്കൊരു നീര് പോലെ വരും കേട്ടോ. അതാണ് വെയിറ്റ് കൂടിയ പോലെ ഒരു ഫീൽ ആവുന്നത്. അപ്പോൾ ഈ വേനൽക്കാലത്ത് പൊതുവെ എനിക്ക് വെയിറ്റ് കൂടും. ഞാൻ അകത്തുനിന്ന് അടിച്ചിരിക്കില്ല. അതതിന് ഇതായില്ലേ പോന്നിട്ടൊന്നുമില്ല. ശ്രീകുട്ടി ക്യാമറയിൽ നോക്കി ഇടയ്ക്കൊക്കെ ഒന്ന് ഷൈൻ ചെയ്യും കേട്ടോ. ശ്രീനുവിന് പൊതുവെ ഉടുപ്പുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ അവൾ ഇട്ടിരിക്കുന്ന ഉടുപ്പ് അവൾക്ക് നല്ല ഇഷ്ടമാണ്. ഞാനത് എപ്പോൾ അലക്കി ഉണങ്ങി അത് മടക്കി വെച്ചാൽ, അവളെ കാണാതെ കൊണ്ട് എടുത്ത് വെച്ചാൽ അവൾ ആ ഉടുപ്പ് തെരഞ്ഞെടുത്തിടും കേട്ടോ. ആ തലമുടി ഇങ്ങനെ കെട്ടി വെക്കരുത്, നേരൊക്കെ ഏട്ടന് ചില സമയത്ത് ചില മൂടാണ് കേട്ടോ. ചിലപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും പറയില്ല. അപ്പോൾ ചിലപ്പോൾ പറയും എന്നെയൊന്നും വീഡിയോയിൽ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാവും. വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തപ്പോഴാണ് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാണ് കുട്ടി ടാറ്റ കൊടുത്തപ്പോഴും ഒന്നും മിണ്ടാതെ പോണത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ, സ്പെഷ്യലായിട്ടുള്ള കഞ്ഞി. ഞാൻ കഞ്ഞി വെറൈറ്റി ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഇതുപോലെ പരിപ്പും കടലയും എല്ലാം കൂടെ ഇട്ടിട്ട് വെള്ളപ്പയറാണ്. ഒരു കഷ്ടി നാഴി അരി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഒരടപ്പ് വെള്ളപ്പയറും, എന്നിട്ട് കയ്യിൽ ചെറുപയറുണ്ടെങ്കിൽ എടുക്കാമായിരുന്നു. പക്ഷെ ചെറുപയറില്ല. അപ്പോൾ പിന്നെ വെള്ളപ്പയറും പരിപ്പും കുറച്ച് പരിപ്പ് ഒക്കെ പാടെ എടുത്തിട്ട് കഴുകട്ടെ. ഒരു ഉലുവ, മക്കൾ കഴിക്കുന്ന തന്നെ ഉലുവ കൂടുതലായിട്ട് ഇടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളപ്പയറും കുറച്ച് പരിപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഉലുവ ഇട്ടിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള കഞ്ഞിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ.
നമ്മൾ കുറച്ച് വെള്ളപ്പയറും കുറച്ച് പരിപ്പും അതുപോലെ തന്നെ ഒരു കഷ്ടി നാഴി അരി എടുത്തിട്ടുള്ളൂ കേട്ടോ. നാഴി ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. അരിയും അതുപോലെ ഇരുന്നുള്ള ഉരുവയൊക്കെ പാടെ ചേർത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളിതിൽ അരി തിളച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ പുറത്ത് അടുപ്പിൽ കൊണ്ടുവച്ചിട്ടേ വെള്ളം തിളച്ചിട്ടുണ്ട്, നല്ലതുപോലെ തിളക്കുന്നുണ്ട്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയിട്ട് അരിക്ക് ഇടണം. അങ്ങനെ പേര് സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവർ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അവർക്കൊരു ഒത്തിരി താങ്ക്സ്. അതുപോലെ തന്നെ 1, 2 എന്നുള്ള രീതിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളുമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെന്താണ് വിഷയമൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ചെറിയ രീതിക്കൊക്കെ അത്ര കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ചെറിയ രീതിക്കൊക്കെ ഞങ്ങളും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള കഞ്ഞികളൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ മക്കൾക്ക് നല്ല ഇഷ്ടമായിരിക്കും അല്ലേ. നമ്മൾ കഞ്ഞി സാധാ വെറും കഞ്ഞിയൊക്കെ ഉപ്പേരി അതുപോലെ മീനൊക്കെ കൂട്ടിയിട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും അങ്ങനെ കഴിച്ചോണമെന്നില്ല. ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇത് നന്നായിട്ട് വെന്ത ശേഷം അതിലേക്ക് കുറച്ച് നാളികേരം കുറച്ച് ജീരകം കൂടി ചേർത്ത് അങ്ങോട്ട് അരച്ചൊഴിക്കുക. എന്നിട്ട് നമ്മൾ അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ വറുത്തിടുക, അല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് വറുത്തിടുക. അങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവർ ഇഷ്ടമനുസരിച്ചിട്ട് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കൊടുക്കുന്നതിനെക്കാട്ടും ഏറ്റവും ബെറ്റർ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഇത്തിരി അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഓക്കെ, ഞാൻ എന്തായാലും അരി അടുപ്പിൽ കഴുകി കൊണ്ടുപോയിട്ടിട്ട് വരാം കേട്ടോ. പിന്നെ പറയാൻ വിട്ടുപോയി, 2-3 അല്ലി വെളുത്തുള്ളി കൂടി അതിലേക്ക് ഇടണം കേട്ടോ. മുഴുവൻ വെളുത്തുള്ളി, അരിയൊന്നും വേണ്ട. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഒരു 2-3 അല്ലി അതിൽ ഇട്ട് കൊടുത്താൽ മതി. എന്ത് അപ്പോൾ ഈ വായും കൈയും കഴുകിയില്ലേ കഴിച്ചു കഴിഞ്ഞിട്ട് ശ്രീനെന്താ കളിക്കാത്ത? മക്കളുടെ രാവിലത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അവരിതാ കളിക്കാനിരുന്നു കേട്ടോ. അധികം ഫോൺ കൊടുക്കാറില്ല. ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യാറ്. കളിക്കാൻ കട്ടയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കലാണ്. എന്താ വെച്ചാൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ എത്ര നേരം വേണമെങ്കിലും ഫോണിൽ അങ്ങനെ ഇരിക്കും. നമുക്കൊരു ശല്യമില്ല, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മക്കൾ കുറച്ചൊക്കെ കളിച്ച് നടന്നൊക്കെ ചെയ്യണ്ടേ. പിന്നെ TV റീചാർജ് ചെയ്യാറേ ഇല്ല. TV റീചാർജ് ചെയ്താൽ ഏതു നേരം TVയുടെ മുന്നിലാവും. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നല്ല വിശേഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റീചാർജ് ചെയ്യുക. ഇപ്പോൾ സ്കൂൾ അടച്ചിരിക്കുകയാണ്, റീചാർജ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ചെയ്യുമെന്തോന്ന് അറിയില്ല. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊക്കെ TV വെച്ച് കൊടുക്കുക. രാവിലെ ഒരു കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും ഇപ്പോൾ ഒരു ചായ കുടിക്കാനൊരു പൂതി. അപ്പോൾ എന്നാൽ ഒരു ചായയും കൂടി കുടിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുക. ഇപ്പം ഇതുണ്ട്, നമ്മുടെ കഞ്ഞി നല്ലോണം വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് തിളച്ച് പുറത്തേക്ക് പോകാൻ പാടില്ല. നമ്മൾ എന്ത് സാധനം വയ്ക്കുമ്പോഴും നമ്മൾ തിളച്ച് പുറത്ത് പോയി അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് പോകും. അപ്പോൾ ഇതങ്ങനെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. അടച്ച് വെക്കുക. ഇനി നമുക്ക് ഫുള്ളായിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ തിളച്ച് പോകും. അപ്പോൾ ഒരു പകുതി കുറച്ചൊരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം അടച്ച് വെക്കുക. നല്ലോണം തീ ആളി കത്തിയത് ചെറിയ രീതിക്ക് അങ്ങനെ കത്തുന്നത്. ഇതിന് ഇങ്ങനെ കിടന്ന് തിളച്ച് വെന്ത് ഉടയണം, നല്ല വെന്ത് ഉടയണം. എന്നാലാണ് ഈ കഞ്ഞിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുള്ളൂ. കുറച്ച് ക്ഷമയൊക്കെ വേണം. ഇപ്പോൾ ഇതാ സമയം ഒരു 8:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 10-11 മണിയൊക്കെ ആവുന്ന വരെ അടുപ്പിൽ കിടന്ന് അങ്ങനെ വേവണം. ആ സമയത്ത് നമുക്ക് നാളികേരം ജീരകം കൂടി അരച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ തന്നെ ഇത്തിരി ഉപ്പ് ഇടണം കേട്ടോ. ഉപ്പിട്ടൊന്ന് തിളച്ചിട്ട് വേണം നാളികേരം ജീരകം കൂടി അരച്ചൊഴിക്കാൻ. എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയോ തേങ്ങക്കൊത്തോ എന്താ ഉള്ളതെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇടുക, അല്ലെങ്കിൽ ചെറിയ ഉള്ളി മൂപ്പിച്ചിടുക. ഇതൊക്കെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ടേസ്റ്റ് കൂട്ടാനൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ഫുഡ് നല്ലോണം കഴിക്കും. വെറൈറ്റി ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഒരുപാട് കാശ് ചിലവ് ചെയ്ത് നമ്മൾ കടയിൽ നിന്ന് മറ്റുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെറ്ററാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അവരുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. കാരണം പരിപ്പും കടലയും പയറൊന്നും നമ്മൾ സാധാരണ രീതിയിൽ എന്തുണ്ടാക്കി കൊടുത്താലും അവർ കഴിക്കില്ല. അപ്പോൾ അതുപോലെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വയറ്റിലേക്ക് ചെല്ലുകയും ചെയ്യും. നല്ലതാണ്. ഇനി ശ്രീകുട്ടി ഉണ്ടല്ലോ, അവളുടെ മുടി അവൾ കൈ കൊണ്ട് തൊടുകയില്ല കേട്ടോ. അപ്പം ഇന്നലെ വൈകിട്ട് ഞാൻ നല്ല രീതിക്ക് സോപ്പിട്ട് പറഞ്ഞാണ് ഡെയിലി നമ്മൾ കൈ വെച്ച് മുടി വേറെടുത്തണം. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ ചെയ്യുന്നുണ്ട്. നമ്മളൊരു 8:30 അരി അടുപ്പത്തിട്ട കഞ്ഞി ഇപ്പോൾ ഇതാ 11-11:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴേക്കും നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അടുപ്പൊക്കെ കെട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പതുക്കെ ഞാൻ അതിനെടുത്തുനിന്ന് ഇവിടെ കൊടുന്ന് ഗ്യാസിൻ്റെ മുകളിൽ ഗ്യാസ് കത്തിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് ഒന്ന് നല്ലോണം ചൂടാക്കിയിട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് നല്ലോണം ചൂടാക്കി എന്നിട്ട് പിന്നെ നാളികേരും അതുപോലെ തന്നെ ജീരകം കൂടി അരച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അവൾക്ക് ശ്രീനന് മാങ്ങച്ചാറ് വേണം. അച്ചാറ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിച്ചു എരിയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൾ നേരെ ആ പ്ലേറ്റിൽ അച്ചാറ് കൊണ്ടുപോയിട്ട് പുറത്ത് പോയിട്ട് ടാപ്പ് തുറന്ന് അതിന് വെള്ളമൊക്കെ എടുത്ത് കഴുകി മാങ്ങ മാത്രം എടുത്ത് കഴിച്ചിരിക്കുക. ഭയങ്കര വെള്ളവത്തിയാണ്.
കഞ്ഞിയിലേക്ക് നാളികേരം ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഏട്ടനും വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഉള്ളിയും ഇതൊക്കെ മൂപ്പിച്ചിട്ട് തേങ്ങാക്കൊത്തൊക്കെ ഇടണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അതിനൊന്നും സമയമില്ല. അപ്പോഴേക്കും ഏട്ടൻ കുറച്ച് പാർട്സും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ചിക്കൻ പാർട്സ്. അപ്പോൾ പിന്നെ 12 മണിയായിട്ടുണ്ട്. പിന്നെ അത് ഉണ്ടാക്കാൻ നിൽക്കണം, പെട്ടെന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ. അപ്പം ഞാൻ എന്ത് ചെയ്തോന്ന് അറിയോ, കുറച്ച് നെയ്യ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു, കുറച്ച് നെയ്യ് എടുത്ത് അതിലേക്കാണ്ട് ഇട്ടു. ഉള്ളിയൊന്നും മൂപ്പിച്ചിട്ടിട്ടില്ലെങ്കിലും നെയ്യ് ഒഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ്. നെയ്യ് ഒഴിച്ച് അങ്ങനെ അടച്ചു വെച്ചാൽ മതി. എന്നിട്ട് എടുക്കാൻ നേരത്തെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. മാർക്കറ്റിൽ നിന്ന് രാവിലെ ഉച്ചയ്ക്ക് മുന്നേ കൊണ്ടുവരുന്ന ചിക്കൻ പാർട്സ് നല്ലതാട്ടോ, ഉച്ചയ്ക്ക് ശേഷം നന്നല്ല. അപ്പോൾ ഇത് മക്കൾക്ക് ഇപ്പോൾ നല്ല വിശപ്പ്, 12 മണിയായിട്ടേ ഉള്ളൂ, പക്ഷേ നല്ല വിശപ്പ്. അപ്പോൾ പിന്നെ അവർക്ക് കഴിക്കാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ ശ്രീന് വാശി പിടിക്കുകയാണ്, അവൾ സൂപ്പർന്ന് ശ്രീക്കുട്ടി ആദ്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള വാശി. സാരില്ല, കുട്ടി കുടിച്ചിട്ട് പറ, കുടിച്ച് നോക്കൊന്ന്. പിന്നെ ഇതാ പാർട്സ് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുത്തു, അടുപ്പിൽ തന്നെ വെച്ചു കേട്ടോ. അടുപ്പിലാകുമ്പോൾ നന്നായിട്ട് ഫുൾ തീയിലിരുന്ന് നല്ലോണം പെട്ടെന്ന് തന്നെ വറ്റിച്ചെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നല്ലോണം കത്തിച്ച് വറ്റിച്ചൊക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ. 1:30-1:45 ആയപ്പോഴേക്കും റെഡിയായി. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.